ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവവചനവുമായിട്ട് ഇപ്രകാരമായിരിക്കാൻ കർത്താവ് നൽകിത്തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന, ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഫേസ് ലേഖനമാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായം. അതിനകത്ത് നിന്ന് കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ഈ ക്ലാസ്സുകൾ വളരെ പതുക്കെ, അതായത് വളരെ വിശദമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ആണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മുൻപോട്ടേക്കുള്ള പോക്ക് വളരെ പതുക്കെയാണ്. എന്നാലും കുഴപ്പമില്ല. ഈ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് പദ്ധതി ഇടുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്നു മുതൽ തിരിക്കുകയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലേഖനത്തിൽ അപ്പോസ്തലൻ ഈ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ വായിച്ച ഈ ഭാഗവും, രണ്ടാമത്തെ ഭാഗം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അതിൽ ആദ്യത്തെ പ്രാർത്ഥന അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ 15-ാം വാക്യം നമ്മളിങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോസ്തലൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അത് നിമിത്തം. അപ്പോൾ ഈ അത് നിമിത്തം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട് എന്ന് താൻ വെളിപ്പെടുത്തുക. അത് നിമിത്തം, എന്തോ ഒരു കാരണം നിമിത്തം. ഇപ്പം എന്ത് കാരണമാണ് തൻ്റെ മനസ്സിനകത്തുള്ളത്? തീർച്ചയായിട്ടും അത് നിമിത്തം എന്ന് താൻ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ താൻ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ദൈവം ഈ എഫെസോസിലുള്ള ദൈവമക്കളെ ഇപ്രകാരം ആത്മീക അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് താൻ ഗ്രഹിക്കുകയും ആ ആത്മീക അനുഗ്രഹങ്ങളാൽ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അത് നിമിത്തം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം
ഇവിടെ അപ്പോസ്തലൻ സഭയെക്കുറിച്ച് 2 കാര്യങ്ങൾ ദൈവസന്നിധി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, താൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2, താൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ താൻ അവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ ദൈവമക്കളെ ഓർത്ത് താൻ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും നല്ല വശങ്ങളെ ഓർത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ താൻ 2 കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ ഓർത്ത് താൻ സ്തോത്രം ചെയ്യുന്നു എന്ന് താൻ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് എന്താണ്? അവർക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് താൻ കേട്ടു. 2, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് താൻ കേട്ടു. അല്ലാതെ അപ്പോസ്തലനായ പൗലോസ് അവരെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ കർത്താവിനെ സുവിശേഷത്തെ വിശ്വസിച്ച് സഭയിൽ വരാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾ ആത്മീയമായിട്ടെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭൗതികമായിട്ടൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ടല്ല അപ്പോസ്തലൻ സ്തോത്രം ചെയ്യുന്നത്. എന്താ? നിങ്ങൾക്ക് നല്ല വീട് കിട്ടി, പണ്ട് വീടില്ലായിരുന്നു, വീട് കിട്ടി, ജോലി ഇല്ലായിരുന്നു, ജോലി കിട്ടി, കുഞ്ഞുങ്ങളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് നടന്നു, മക്കളുടെ കല്യാണമൊക്കെ നടന്നു, വണ്ടി കിട്ടി, വണ്ടി ഇല്ലായിരുന്നു, വണ്ടി കിട്ടി, സാമ്പത്തികമായിട്ട് ഞെരുക്കമായിരുന്നു, ഇപ്പം അതൊക്കെ മാറിയിട്ട് സാമ്പത്തികമായിട്ട് സെറ്റിൽഡായി. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നത്? സ്തോത്രം ചെയ്യുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവമക്കളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്യാദി ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ഓർത്താണ് സ്തോത്രം ചെയ്യുന്നത്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു, ആത്മീക വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യാൻ വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ലെന്നുള്ളതാണ് വേറൊരു രസമെന്ന് പറയുന്നത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ആ എഫെസോസിലുള്ള ദൈവമക്കളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വച്ചിട്ടല്ല താൻ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞത്. അവിടെ ജീവിതത്തിലെ ആത്മീകമായിട്ടുള്ള 2 ക്വാളിറ്റികൾ, 2 ഗുണങ്ങളെക്കുറിച്ച് കേട്ടിട്ട് താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന്, കർത്താവായ യേശുവിലുള്ള വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും ഈ വിശ്വാസം എന്നുള്ള വാക്കിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പം എന്താണ് ഈ വിശ്വാസം എന്നുള്ള വാക്ക്? പുതിയ നിയമത്തിൽ, ഒരിക്കൽ കൂടെ ഞാൻ ഈ കോണ്ടക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. വിശ്വാസം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ 2 അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ചില സത്യങ്ങൾ മനസ്സിലാക്കി ആ സത്യങ്ങളെ അംഗീകരിക്കുന്നതിനെ വിശ്വാസം എന്ന് പുതിയ നിയമം വിളിച്ചിട്ടുണ്ട്. ചില ഫാക്ട്സ്, ചില സത്യങ്ങൾ മനസ്സിലാക്കി അതിനെ വിശ്വസിക്കുക, അതിനെ അംഗീകരിക്കുന്നതിന് വിശ്വാസം എന്ന് പുതിയ നിയമം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പുതിയ നിയമം വിശ്വാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് ആശ്രയിക്കുക എന്ന, ട്രസ്റ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശുവിൽ ഉള്ള വിശ്വാസം. കർത്താവായ യേശുവിനെ വിശ്വസിച്ചു എന്നല്ല, കർത്താവായ യേശുവിൽ വിശ്വസിച്ചു എന്നാണ്. അതായത് അവർ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് അത് അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല വിശ്വാസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുവിൽ അവർ വിശ്വസിച്ചു. ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ട്രസ്റ്റ് എന്നുള്ള വാക്കാണ്, ആശ്രയം എന്നുള്ള വാക്കാണ്. അപ്പോൾ അപ്പോസ്തലൻ നോക്കിയപ്പോൾ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ആശ്രയം എവിടെയാണ്? യേശുവിലാണ്. യേശുവിലല്ലാതെ മറ്റൊരിടത്തും അവർ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിന്? ആത്മീക അനുഗ്രഹങ്ങൾക്കായിട്ട്. മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ നിത്യജീവനായിട്ട്, ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിനായിട്ട് അവർ മറ്റാരിലും മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല, യേശുവിൽ മാത്രം
മാത്രമാണ് അവർ ആശ്രയിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ആശ്രയം മറ്റു പലതിലുമൊക്കെ ആയി പോകാറുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ പാസ്റ്റർമാരിലോ അല്ലെങ്കിൽ ചിലപ്പോൾ സഭയിലോ അല്ലെങ്കിൽ സംഘടനകളിലോ ഒക്കെ നമ്മുടെ ആശ്രയങ്ങൾ ആയിപ്പോകാറുണ്ട്. പക്ഷേ ഞാനൊരു യാഥാർത്ഥ്യം പറയാം. പാസ്റ്റർമാരോ അച്ഛന്മാരോ സഭയോ സംഘടനകളോ ഒന്നും ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുകയില്ല. അത് ചെയ്യുന്നത് യേശു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. അപ്പം ഏക വഴി അത് യേശു മാത്രമാണ്. ഈ എഫെസോസിലെ ദൈവമക്കളെക്കുറിച്ച് അപ്പോസ്തലൻ കേട്ടു. അവരുടെ പൂർണ്ണ ആശ്രയം യേശുവിൽ അവർ വച്ചിരിക്കുകയാണ്. അവരുടെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. രണ്ടാമത് സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും കേട്ടു. അപ്പം ക്രിസ്തുവിലുള്ള ആശ്രയത്തെക്കുറിച്ചും വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ചും താൻ കേട്ടപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ മറ്റ് ചില വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും ഇതേപോലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റ് ചില സഭകളെക്കുറിച്ചും ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം കൊലോസ്യയിലെ വിശ്വാസികളെക്കുറിച്ചും അപ്പോസ്തലന് പറയാനുള്ളത് ഇത് തന്നെയാണ്. യേശുവിലെ വിശ്വാസവും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹവും. ഇനി 1 തെസ്സലോനിക്ക ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും, അതിൻ്റെ 2-ാം വാക്യം തൊട്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും. അവിടെ അത് രണ്ടും എടുത്തു പറയുക. വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയും വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും. ഇനി 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകുവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടെയും വിശ്വാസം വർദ്ധിച്ചു വരുന്നു, സ്നേഹം പെരുകി വരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. ഇനി പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം, അതിൻ്റെ 5-ാം വാക്യത്തിൽ, ഒരധ്യായമേ ഉള്ളൂ, 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മിലുള്ള എല്ലാ നന്മയുടെയും അതിൻ്റെ 4-ാം വാക്യം, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കൂ, ഇവിടെ എല്ലാം അപ്പോസ്തലൻ പറയുന്നത് ആ വിശ്വാസത്തെയും സ്നേഹത്തെയും എടുത്തു പറഞ്ഞിട്ട് താൻ പറയുകയാണ്, ആ വിശ്വാസത്തെയും സ്നേഹത്തെയും ഓർത്ത് താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന്. അപ്പോൾ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ആശ്രയം എന്നുള്ളത് നമ്മൾ 2-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അല്പം വിശദമായിട്ട് തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യും എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ ഇപ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സമയമെടുക്കുന്നില്ല. അത് 2-ാം അധ്യായത്തിൽ വരുമ്പം നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യും. എന്നാൽ
രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ അവിടെ സൂചിപ്പിക്കുന്നത് സകല വിശുദ്ധന്മാരോടുമുള്ള തൻ്റെ അവരുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തിട്ട് എന്താണ് അപ്പോസ്തലൻ അവിടെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുക. സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ആരാണ് വിശുദ്ധൻ? നമുക്കറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ എന്ന, വേർതിരിക്കപ്പെട്ടവനെന്ന. ലോകത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത് തനിക്കായിട്ട് വേർതിരിച്ച എല്ലാവരും വിശുദ്ധന്മാരാണ്. എല്ലാവരും വിശുദ്ധന്മാരാണ്. പരിശുദ്ധൻ ഒരുത്തനേ ഉള്ളൂ, അവൻ ദൈവം മാത്രമാണ്. എന്നാൽ ദൈവം വിളിച്ച, തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും അവർ വിശുദ്ധരാണ്. അല്ലാതെ പാപമില്ലാത്തവർ എന്നുള്ള അർത്ഥത്തിലല്ല പുതിയ നിയമം അല്ലെങ്കിൽ ബൈബിള് വിശുദ്ധൻ, വിശുദ്ധി എന്നുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. വേർതിരിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്. അപ്പം ദൈവം വിളിച്ചു വേർതിരിച്ച, ലോകത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത, ദൈവം വേർതിരിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ആരാണ്? വിശുദ്ധന്മാരാണ്. അപ്പം പൗലോസ് പറയുക, സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട്. അപ്പം അവർക്ക് സകല വിശുദ്ധന്മാരോടും സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് കൂടെ നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം ഇതോടുള്ള ബന്ധത്തിൽ. ആദ്യം നമുക്ക് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പം നോക്കിക്കേ, എന്താണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്? അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ 5-ാം വാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താണ് അതിൻ്റെ 3 തൊട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, അന്യഥ ഉപദേശിക്കരുതെന്നും. അന്യഥ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേറെ വിധത്തിൽ. അപ്പോൾ പൗലോസ് അവനോട് ഉപദേശിക്കുവാൻ ആവശ്യപ്പെട്ട രീതിയിൽ നിന്ന് മാറി വേറെ വിധത്തിലൊന്നും ഉപദേശിക്കരുതെന്നും, അന്യഥ ഉപദേശിക്കരുതെന്നും, വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പം എന്താ സംഭവം? പൗലോസ് എഫെസോസിൽ നിന്ന് മക്കദോന്യയിലേക്ക് പോകുമ്പോൾ തിമോഥെയോസിനോട് പൗലോസ് അപേക്ഷിച്ചു, എന്ത്? നീ എഫെസോസിൽ തന്നെ താമസിക്കണം, എഫെസോസിൽ തന്നെ താമസിക്കണം. അപ്പം എഫെസോസിൽ നിന്ന് മക്കദോന്യയിലേക്ക് പൗലോസ് പോകുമ്പോൾ പൗലോസ് തിമോഥെയോസിനോട് ആവശ്യപ്പെടുകയാണ്, നീ മക്കദോന്യയിലേക്ക് എൻ്റെ കൂടെ വരരുത്, നീ എഫെസോസിൽ തന്നെ താമസിക്കണം. എന്തിന് താമസിക്കണം? അന്യഥ ഉപദേശിക്കരുതെന്നും വേറെ രീതിയിൽ പഠിപ്പിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിച്ചു. അപ്പം ഉപദേശത്തിലെ ഐക്യതയും ഏകരൂപ്യവും അതുപോലെ വംശാവലി അല്ലെങ്കിൽ പാരമ്പര്യങ്ങളോ കുടുംബമഹിമയോ കുടുംബ പശ്ചാത്തലങ്ങളോ ജാതി പശ്ചാത്തലങ്ങളോ വർഗ പശ്ചാത്തലങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന വേർതിരിവുകളും അവരുടെ ഇടയിൽ ഉണ്ടാക്കരുത് എന്നും ആജ്ഞാപിക്കാനായിട്ട് ഞാൻ നിന്നെ എഫെസോസിൽ താമസിക്കണമെന്ന് നിന്നോട് അപേക്ഷിച്ചു. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയാണ് ആജ്ഞയുടെ ഉദ്ദേശം. അപ്പം ഞാൻ നിന്നോട് എഫെസോസിൽ താമസിക്കണമെന്ന് പറഞ്ഞത് നീ അവരോട് ഇത് ആജ്ഞാപിക്കാൻ, അന്യഥ ഉപദേശിക്കരുതെന്നും
തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും നീ ആജ്ഞാപിക്കാനാണ് ഞാൻ നിന്നോട് അപേക്ഷിച്ചത്. അപ്പം നീ അങ്ങനെ ആജ്ഞാപിക്കുന്നു. ആ ആജ്ഞയുടെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് തിമത്തിയോസ് അങ്ങനെ ആജ്ഞാപിക്കുന്നത്? അതാണ് 5-ാം വാക്യത്തിൽ പറഞ്ഞത്. ആ ആജ്ഞയുടെ ഉദ്ദേശം ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ഒരു ശുശ്രൂഷകനെ ആക്കിപ്പോയത്, ഒരു ശുശ്രൂഷകനെ അവിടെ അപ്പോയിൻ്റ് ചെയ്തത് എന്തിനാ? ആ സഭയ്ക്കകത്ത് സ്നേഹം നിലനിൽക്കേണ്ടതിന്. ഇന്ന് പലപ്പോഴും സഭകൾക്കകത്ത് ശുശ്രൂഷകന്മാരാണ് സ്നേഹം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ചിലപ്പോഴെങ്കിലുമുള്ള ഉത്തരവാദികൾ. പക്ഷം പിടിക്കുകയും തെറ്റിനെ ശരിയായിട്ടും ശരിയെ തെറ്റായിട്ടുമൊക്കെ ചിത്രീകരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് പണമുള്ളവരുടെ കൂടെ നിൽക്കുകയും പ്രതാപമുള്ളവരുടെ കൂടെ നിൽക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ചില ശുശ്രൂഷകന്മാർ തന്നെയാണ് ഇന്ന് പലപ്പോഴും സഭകൾക്കകത്ത് സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവരുടെ സഭയിൽ പൈസ ഉള്ളവർക്ക് ഇരിക്കാനായിട്ട് മുമ്പിൽ പ്രത്യേക സീറ്റ്, പൈസ ഇല്ലാത്തവരൊക്കെ പുറകിലിരിക്കണം. നോക്കിക്കേ, അപ്പം ഇന്ന് പലപ്പോഴും സഭകളിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ തിമത്തിയോസ് നിന്നെ ശുശ്രൂഷകനായിട്ട്, പാസ്റ്ററായിട്ട് ഞാൻ എഫെസോസ് സഭയിൽ നിൽക്കാനായിട്ട് പറഞ്ഞത് നീ 2 കാര്യം പഠിപ്പിക്കണം, ആജ്ഞാപിക്കണം അവരോട്. ആ ആജ്ഞയുടെ ഉദ്ദേശം എന്തിനാണ് നീ അത് ആജ്ഞാപിക്കുന്നത് നീ അറിയണം. അവിടെ സ്നേഹമുണ്ടാകേണ്ടതിന്. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുക, ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ എഫെസോസ് സഭ തുടങ്ങിയപ്പോൾ തന്നെ പൗലോസ് പറയുക, ചിലർ ഈ സ്നേഹവും ഈ ശുദ്ധഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഒക്കെ വിട്ടുമാറി, ആ സ്നേഹം വിട്ടുമാറിയിട്ട് വൃഥാവാദങ്ങളിലേക്ക് കടന്നിട്ട് വാദപ്രതിവാദം. ഇന്നും പലപ്പോഴും സഭകൾക്കകത്ത് വാദപ്രതിവാദമാണ് നടക്കുന്നത്. എന്ത്? ഒരു പ്രയോജനവുമില്ലാത്ത വൃഥാവാദങ്ങൾ, ഒരു പ്രയോജനമില്ലാത്ത വാദങ്ങൾ, സ്നേഹം നഷ്ടപ്പെടുത്തി കളയുന്ന അങ്ങനത്തെ വാദങ്ങളിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാനായിട്ട് ഇച്ഛിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരായിരിക്കാനായിട്ട് അവരാഗ്രഹിക്കുക. എന്നാൽ അവർ ചെയ്യുന്നത് സ്നേഹം തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ ആക്കിപ്പോയത് നീ ചില കാര്യങ്ങൾ, 2 കാര്യങ്ങൾ അവരോട് ആജ്ഞാപിക്കേണ്ടതിനാണ്. ആ ആജ്ഞയുടെ ഉദ്ദേശം അവരിൽ സ്നേഹമുണ്ടാകണം. നോക്കൂ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായ ആ തിമത്തിയോസ് പൗലോസ് പറഞ്ഞതുപോലെ അവിടെ നിന്നതുകൊണ്ട് എഫെസ് ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിൽ പൗലോസ് പറയുക, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് സകല വിശുദ്ധന്മാരോടും സ്നേഹമുണ്ട്. ഞാനത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കിക്കേ, ഒരു സഭയിൽ ഒരു ശുശ്രൂഷകൻ്റെ പങ്ക് ഉപദേശ ഐക്യവും വ്യക്തിപരമായിട്ടുള്ള ഐക്യവും കൊണ്ടുവന്ന് ആ സഭയെ സ്നേഹത്തിലുറപ്പിക്കുക എന്നുള്ളതാണ്. മറക്കരുത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനെ ലഭിച്ച ഈ എഫെസോസ് സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന്. 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോന്യ സഭയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചു പോരുകയും ചെയ്യുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. നോക്കിക്കേ, എന്താ 9-ാം വാക്യത്തിൽ പറയുന്നത്? സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഇനി എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അന്യോന്യം സ്നേഹിക്കാൻ
നിങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് ഉപദേശം പ്രാപിച്ചു. നോക്കിക്കേ, ദൈവം ഒരു സഭയ്ക്ക് നേരിട്ടൊരു ഉപദേശം കൊടുക്കുമ്പോൾ എന്താ ദൈവത്തിൻ്റെ ഉപദേശം? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഉപദേശം എന്താണ്? സ്നേഹമാണ്. കാരണം ദൈവം സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. സ്നേഹത്തെ തകർത്ത് കളയുന്ന, നമ്മുടെ നിത്യതയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഉപദേശങ്ങളുടെയും പേരിൽ സ്നേഹത്തെ തകർക്കാനായിട്ട് നാം അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉപദേശത്തേക്കാൾ വലുത് സ്നേഹമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ നിത്യതയെ ബാധിക്കാത്ത ഉപദേശങ്ങൾ, നിത്യതയെ ബാധിക്കാത്ത വിഷയങ്ങൾ, അതിനകത്ത് അതിനേക്കാളൊക്കെ വലുത് സ്നേഹമാണ്. അതിനേക്കാളൊക്കെ വലുത് സഭയ്ക്കകത്ത് സ്നേഹമാണ്. ഇനി 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 Peter chapter 1 verse 22. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? 22-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ സഹോദരപ്രീതിക്കായി എന്നാൽ സത്യമനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പൻ. നോക്കൂ, ഒരുവൻ സത്യമനുസരിക്കുമ്പോൾ അവനിൽ സംഭവിക്കുന്നത്, അവൻ നിർമ്മലീകരിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി? സഹോദരപ്രീതിക്ക് വേണ്ടി അവൻ നിർമ്മലീകരിക്കപ്പെടുകയാണ്. നോക്കൂ, സത്യമനുസരിക്കുന്നതിലൂടെ ഒരുവൻ നിർമ്മലീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നിർമ്മലീകരിക്കപ്പെടുന്നത് സഹോദരപ്രീതിക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ, സുവിശേഷമെന്ന സത്യവചനം ഞാൻ കേട്ട് യേശുവിൽ വിശ്വസിച്ചതിലൂടെ എന്നിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളതാണ്. അതാണ്. അങ്ങനെ നിർമ്മലീകരിച്ചവർക്കുണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പൻ. ഒരു കൽപ്പന കൊടുക്കുക, ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പൻ. ഇനി യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 1 യോഹന്നാൻ 4:21. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. അപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ പറഞ്ഞു ദൈവത്തിൽ നിന്ന് ഉപദേശം ലഭിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുകയാണ് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഉപദേശവും കൽപ്പനയും. അപ്പോൾ ദൈവം ഉപദേശമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, കൽപ്പനയായിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ? നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണം എന്നുള്ളത്. സഹോദരനെ സ്നേഹിക്കണം എന്നുള്ളത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 6 verse 10. എന്താണ്? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പം നമ്മുടെ ദൈവം
അവൻ ഉപദേശം നൽകുന്നു, അവൻ കൽപ്പന നൽകുന്നു, അപ്പോൾ തന്നെ അവൻ പ്രതിഫലവും നൽകുന്നു. അവൻ അത് മറന്നു കളയുന്ന ദൈവമല്ല. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് മറന്നു കളയുന്ന ദൈവമല്ല. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നോക്കൂ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പം എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്? ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടാൽ, ആവശ്യമുള്ളത് കണ്ടാൽ, ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ കണ്ടാൽ അവനുമായിട്ട് തനിക്കുള്ളത് പങ്കുവയ്ക്കാൻ അവൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ സ്നേഹമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ സ്നേഹമെന്ന് പറയുന്നത്? ക്രിസ്തീയ സ്നേഹമെന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്നതെല്ലാം ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഒരു റെഡിനെസ്, അതിനുള്ള ഒരു മനസ്സൊരുക്കമാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാതെ നാവിനാലും വാക്കിനാലും ഉള്ള സ്നേഹമല്ല. സ്നേഹിക്കണം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന് 100 പ്രാവശ്യം പറയുന്നതല്ല കാര്യം. വി ഷുഡ് ബി റെഡി ടു ഷെയർ ഓൾ അവർ ബ്ലെസ്സിങ്സ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള സകല നന്മകളും പങ്കുവയ്ക്കാനായിട്ട് നാം തയ്യാറാകണം. നമുക്കറിയാം, നമ്മൾ നല്ല സമരിയക്കാരനെന്ന് വിളിക്കുന്ന സമരിയക്കാരൻ്റെ ഉപമ എന്ന് പറയുന്ന ആ ഉപമ എന്താണ് അവിടെ കർത്താവ് പറയുന്നത്? ഒരു മനുഷ്യൻ, അവൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ ആക്രമിച്ച് അവൻ്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. ഒരു പുരോഹിതൻ ആ വഴിക്ക് വന്നിട്ട് അവനെ കണ്ടിട്ട് തിരിഞ്ഞുപോയി. ലേവ്യനും ആ വഴി വന്നു, അവനെ കണ്ടിട്ട് തിരിഞ്ഞുപോയി. നല്ലൊരു സമരിയക്കാരൻ അവിടെ വന്നു. അവൻ തൻ്റെ കഴുതപ്പുറത്തു നിന്നിറങ്ങി അവൻ്റെ മുറിവുകളെ കഴുകി, തൈലം പൂശി, വീഞ്ഞു ഒഴിച്ച് അത് ക്ലീൻ ചെയ്ത് അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയാക്കി അവിടുത്തെ പേയ്മെൻറ്റും ചെയ്തു. ഇനി എക്സ്ട്രാ എന്തെങ്കിലും പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും തരാമെന്ന് ഏറ്റിട്ട് അവൻ പോയി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. മൈ ഡിയർ വൺസ്, ആർ യു റെഡി ടു ഷെയർ യുവർ ബ്ലെസ്സിങ്സ് വിത്ത് അതേഴ്സ്? മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ നന്മകൾ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വസിക്കുന്നില്ല. കാരണം മറ്റുള്ളവരുമായിട്ട് നമ്മുടെ നന്മകൾ പങ്കുവയ്ക്കാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം സ്നേഹിക്കുന്നത് ദൈവത്തെയോ മറ്റുള്ളവരെയോ അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന നന്മകളെയാണ് നാം സ്നേഹിക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ എൻ്റെ പണത്തേക്കാൾ കൂടുതൽ, എൻ്റെ ഭൗതിക നന്മകളേക്കാൾ കൂടുതൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. അവരുമായിട്ട് ഞാനിത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറായിരിക്കും. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലവ്. ആ സ്നേഹം എഫെസോസിലെ സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായി? അവിടുത്തെ ശുശ്രൂഷകൻ അതവരെ പഠിപ്പിച്ചു. അവിടുത്തെ ശുശ്രൂഷകൻ അതവരെ പഠിപ്പിച്ചു. ആ സ്നേഹം അവരിൽ നിറഞ്ഞു വരേണ്ടതിന് ആ ശുശ്രൂഷകൻ അവരെ പഠിപ്പിക്കുകയും അവർക്ക് മാതൃകയായിരിക്കുകയും ചെയ്തു. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ
ഈ സ്നേഹം ഉണ്ടോ? നമ്മുടെ സഭയിൽ ഈ സ്നേഹമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത്, ദൈവം നമുക്ക് ഉപദേശം നൽകുന്നത്, ദൈവം നമുക്ക് കൽപ്പന നൽകുന്നത്, യു ഷുഡ് ലവ്. നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾക്കുള്ളതെല്ലാം ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ തയ്യാറുള്ള ഒരു ജീവിതം. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ക്രിസ്ത്യൻ ലവ്. അതാണ് ക്രിസ്തീയ സ്നേഹം. ഇന്നെന്താ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച് ജനത്തിന് മനസ്സിലാകാത്തത്? കാരണം നമ്മളെല്ലാം വാരിക്കൂട്ടാനായിട്ടുള്ള ആവേശത്തിൽ, ആർത്തിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാം പങ്കുവയ്ക്കുന്നത് മറന്നുപോയേ. പങ്കുവയ്ക്കാൻ ഞാൻ മറന്നുപോയി, അതാ പ്രശ്നം. ഇന്ന് രാത്രി ആ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിനെ വെച്ചാൽ അടുത്തയാഴ്ച വീണ്ടും നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.